ഹലോ എവ്രി വൺ, ഈസി ആയിട്ട് ഈ ക്രോഷേ ബോ ഹെയർ ടൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹുക്ക് 2.5 mm സൈസുള്ളതാണ്. അതുപോലെ ലാവൻഡർ കളർ അക്രിലിക് യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്ലിപ്പ് നോട്ടാണ്. ഈ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് 35 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെയിൻസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഹുക്കിൽ നിന്ന് സെക്കൻഡ് ചെയിനിലേക്കാണ് ഫസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷേ, അതുപോലെ ഹാഫ് ഡബിൾ ക്രോഷേ അടുത്ത സ്റ്റിച്ചിൽ, ദെൻ അടുത്ത 2 സ്റ്റിച്ചസിലായിട്ട് ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷേ ആണ്. ട്രിപ്പിൾ ക്രോഷേ ചെയ്തതിന് ശേഷം അടുത്ത 2 സ്റ്റിച്ചസിൽ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നു. രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ദെൻ ഒരു സിംഗിൾ ക്രോഷേ. ഇനി നമ്മൾ 14 സ്റ്റിച്ചസിലും സ്ലിപ്പ് സ്റ്റിച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 14 സ്ലിപ്പ് സ്റ്റിച്ച് വീതം ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റിച്ചസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു സിംഗിൾ ക്രോഷേ, അതിനുശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, അതിനുശേഷം അടുത്ത 2 സ്റ്റിച്ചസിൽ ഓരോ ഡബിൾ ക്രോഷേ വീതം, ദെൻ ഒരു ട്രിപ്പിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷയ്ക്ക് ശേഷം അടുത്ത 2 സ്റ്റിച്ചസിൽ ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. നെക്സ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ,
ഒരു സിംഗിൾ ക്രോഷേ. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇനി ഒരു ചെയിൻ മാത്രമേ നമുക്ക് ബാലൻസ് ആവുള്ളൂ. ആ ചെയിനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നെക്സ്റ്റ് സൈഡിലേക്ക് ഇത്രയും നേരം ചെയ്ത സ്റ്റിച്ചസൊക്കെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഇത്രയും നേരം ചെയ്തതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ചെയ്ത് കൊടുക്കാം. അതായത് സ്ലിപ്പ് സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ദെൻ 2 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ, വീണ്ടും 2 ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ, സ്ലിപ്പ് സ്റ്റിച്ച്, 14 സ്ലിപ്പ് സ്റ്റിച്ച്. അതിനുശേഷം വീണ്ടും ദേ സെയിം സ്റ്റിച്ചസ്, സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ, വീണ്ടും 2 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ. അപ്പോഴേക്കും നമ്മുടെ നെക്സ്റ്റ് സൈഡിൻ്റെ എൻഡ് എത്തിയിട്ടുണ്ടാവും. ആ എൻഡിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ബോ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ 2 സൈഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന യാൺസ് നീഡിൽ ഉപയോഗിച്ചിട്ട് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മുടെ ബോ ടൈയിലേക്ക് ഹെയർ ടൈയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സൈഡും നല്ലോണം പുള്ള് ചെയ്ത് ടൈറ്റൻ ആക്കിയാൽ ഹെയർ ടൈൽ അത് സെക്യൂറായിട്ട് നിന്നോളും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.